ETP മാത്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട റിസൾട്ടുകളാണ്. കോമ്പറ്റിറ്റീവ് എക്സാമിനേഷന് പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് തന്നെ പ്രോബ്ലംസ് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ടിപ്പിലേക്ക് കടക്കാം. The number of functions from a finite set A into a finite set B എന്നാണ് നമുക്ക് കാണാൻ എളുപ്പമാർഗ്ഗമാണ്. എ എന്ന സെറ്റിൽ n of a എലമെൻറ്റ്സ് ഉണ്ട്, ബി എന്ന സെറ്റിൽ n of b എലമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് ഫ്രം എ ടു ബി ഈസ് എൻ ബി റേസ് ടു എൻ എ ആണ്. എക്സാമ്പിൾ എ 1 2 3 ബി സെറ്റ് എ ബി. നമ്പർ ഓഫ് ഫങ്ഷൻ്റെ ഫോർമുല എന്താ? എൻ ബി റേസ് ടു എൻ എ. ഇവിടെ what is NA? NA is equal to 3 ആണ് ഇവിടെ അല്ലേ. what is NB? NB is equal to 2. then what is number of functions? 2 raised to 3. NB raised to NA, that is 2 raised to 3, that is equal to 8. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഈ എന്ന് ബിയിലേക്കുള്ള നമ്പർ ഓഫ് ഫങ്ഷൻസ് നമുക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും. ഇവിടെ നോക്കൂ, എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് എൻ ഓഫ് എ? 2. എൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു 3. ദെൻ നമ്പർ ഓഫ് ഫങ്ഷൻസ് ഈക്വൽ ടു 3 റേസ് ടു 2 അല്ലേ. എൻ ബി റേസ് ടു എൻ എ, ദാറ്റ് ഈസ് 3 റേസ് ടു 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 9. ഇവിടെ നോക്കൂ, എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി. വാട്ട് ഈസ് എൻ ഓഫ് എ? എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 3. എൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു 3. ദെൻ വാട്ട് ഈസ് number of functions from A to B is 3 raised to 3. That is equal to 27. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ നമ്പർ ഓഫ് ഫങ്ഷൻസ് കാണാം. സപ്പോസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഈസ് എം, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി ഈസ് എൻ, then we can say that number of elements from A to B is, number of functions from A to B is n raised to m എന്ന് പറയാൻ കഴിയും. ഇപ്പോൾ ഫസ്റ്റ് ടിപ്പ് നമ്മൾ പറഞ്ഞു. ഇനി സെക്കൻഡ് ടിപ്പാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സെക്കൻഡ് ടിപ്പ് ഇതാണ്. നമ്പർ ഓഫ് one ഫങ്ഷൻ ഫ്രം ഫൈനൈറ്റ് സെറ്റ് എ ഇൻറ്റു എ ഫൈനൈറ്റ് സെറ്റ് ബി ഈസ് എൻ ബി പി എൻ എ. പെർമ്യൂട്ടേഷനാണ്. ഇഫ് എൻ ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എ ആണെങ്കിൽ ഈ റിസൾട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈക്വൽ ടു 0 അതർവൈസ് ഇതല്ലാതെ വരികയാണെങ്കിൽ എന്താ വരിക? 0 ആണ് വരിക. ഒരു എക്സാമ്പിൾ, എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈസ് ഈക്വൽ ടു സെറ്റ് പി ക്യൂ അല്ലേ. വാട്ട് ഈസ് എൻ എ? NA is equal to 3. Number of elements in A is equal to 3. Number of elements in B is equal to 2. അല്ലേ. Then number of one function എന്താണ്? Number of one function from A to B is എന്താ? ഫോർമുല NB PNA എന്നാണ്. അപ്പം എന്താ NB PNA? 2P3 എന്നാ വരിക അല്ലേ. 2P3 അങ്ങനെ വരുമോ? അങ്ങനെ വരില്ല. എൻ ബി ഈസ് ഗ്രേറ്റർ ദാൻ എൻ എ. എൻ ബി ഈസ് ഗ്രേറ്റർ ദാൻ എൻ എ ആണെങ്കിൽ എന്ത് പറയും? ഈ റിസൾട്ട് ഉപയോഗിക്കും. അല്ലെങ്കിൽ എന്താ വരിക? വേറെ ഏത് വാല്യൂസ് ആയാലും ഇത് ആൻസർ ഈസ് 0 ആണ് വരിക. ദർഫോർ ദിസ് ആൻസർ ഈസ്, സിൻസ് എൻ ബി ഈസ് ലെസ് ദാൻ, ഇവിടെ എൻ ബി ഈസ് ലെസ് ദാൻ എൻ എ ആണ്. Therefore, this number of one functions from A to B is 0 അല്ലേ. അങ്ങനെ ഒരു one ഫങ്ഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. ക്ലിയർ? ഇനി നമുക്ക് ഇവിടെ 2 എലമെന്റ് അല്ലേ, ഇവിടെ 3 എലമെന്റാണെന്ന് കരുതാം. പി ക്യു ആർ. അപ്പം എന്താ വരിക? എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 2, എൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു 3. ഇവിടെ ഈ കണ്ടീഷൻസ് പറ്റുന്നുണ്ട്. എൻ ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എ. എൻ ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എ. ദെൻ ഫോർമുല ഈസ് എൻ ബി പി എൻ എ എന്നാണ്. What is NBPNA? 3
3p2. What is 3p2? 3 into 2 ആണ് അല്ലേ? 6 ആണ് വരിക. 6. അപ്പം 6 functions അല്ലേ? 6 1 functions can be from the set A into set B. Clear? ഇനി നോക്കൂ, A is equal to 1, 2, 3. Suppose A is equal to 1, 2, 3, B is equal to PQR. Here N of A is equal to 3, N of P is equal to 3. Then greater than or equal to ആണെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈക്വൽ ആണ് ഇവിടെ എങ്കിൽ ഈ ഫോർമുല തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എഴുതാം 3p3 എന്ന് എഴുതാം. What is 3p3? 3 factorial അല്ലേ? 3 factorial, that is equal to 6. Clear? Therefore, the number of 1 function from the set A into set B is NBPNA. ഈ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ്. The number of onto functions from the finite set A containing n elements onto finite set P containing 2 elements is 2 raised to n minus 2. Example, suppose A is equal to 1, 2, 3. 1, 2, 3. B is equal to അല്ലേ n elements. ഇവിടെ n is equal to A. n of A is equal to n is equal to 3 ആണ് ഇവിടെ വരുന്നത് അല്ലേ? On to finite set B containing 2 elements ആണ്. 2 elements ആണ് നമ്മളിപ്പോൾ ആദ്യം പറയുന്നത്. പിന്നീട് നമുക്ക് അടുത്തത് പിന്നീട് പറയാം. 2 elements ആണെങ്കിൽ ഇവിടെ 2 elements ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഈസ് 2 raised to n minus 2. 2 raised to n minus 2 means 2 raised to 3 minus 2, that is 8 minus 2, 6. അപ്പോൾ number of onto functions are 6. 6 onto functions നമുക്ക് കിട്ടും. A is equal to 1, 2, 3, B is equal to PQ ആണെങ്കിൽ. അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. A, B എന്ന് എടുത്തു. Aയിൽ 1, 2, 3 ആണ്. Bയിൽ PQ ആണ്. നമ്പർ ഓഫ് ഓൺ ടു ഫങ്ഷൻസ്. അപ്പോൾ എന്താ ഓൺ ടു ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എല്ലാ എലിമെൻസും ഇങ്ങനെ വരിക അല്ലേ? ഇതിലേക്ക് ഇങ്ങനെ മാപ്പ് ചെയ്യുന്നതിനാണ് ഓൺ ടു ഫങ്ഷൻസ്. എല്ലാത്തിനും പ്രീമേജ് ഉണ്ടാകുക, എല്ലാ എലിമെൻസിനും പ്രീമേജ് ഉണ്ടാകുക. ഇതാണ് ഓൺ ടു ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആകെ നമ്മൾ നോക്കുക എത്ര ഫങ്ഷൻസ് നമുക്ക് കിട്ടും ആദ്യം നോക്കുക. ഇതിൽ എത്ര ഫങ്ഷൻസ് കിട്ടും എയിൽ നിന്ന് ബിയിലേക്ക് അല്ലേ? എത്ര ഫങ്ഷൻസ് കിട്ടും? ഇവിടെയുള്ള എലമെൻറ്റിൻ്റെ എണ്ണം അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് റിസൾട്ട് പഠിച്ചത് എന്താണ്? ഇതേ റേസ് ടു ഇതല്ലേ വന്നത്. അപ്പം 2 raised to 3 ആണ് വരുന്നത് അല്ലേ? 2 raised to 3. ഇവിടെ ഉള്ള എലമെൻറ്റിൻ്റെ എണ്ണം 2, ഇവിടെയുള്ള എലമെൻറ്റിൻ്റെ എണ്ണം 3. അപ്പോൾ 2 raised to 3 ഫങ്ഷൻസ് കിട്ടും. നമ്പർ ഓഫ് ഫങ്ഷൻസ് എത്ര കിട്ടും? 2 raised to 3 ഫങ്ഷൻസ് കിട്ടും. ഇനി നമ്മൾ ഫങ്ഷൻസ് അല്ല കാണുന്നത്, അതിൽ ഓൺ ടു ഫങ്ഷൻ എത്രയാണെന്ന് നമ്മൾ നോക്കുന്നത് അല്ലേ? ഓൺ ടു ഫങ്ഷൻ എത്രയാണെന്ന് നോക്കുക. അപ്പോൾ ഓൺ ടു ഫങ്ഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഇതിൽ 2 കേസ് ഇങ്ങനെ വരാം. A, B, 1, 2, 3, P അല്ലേ? നമ്പർ ഓഫ് ഫങ്ഷൻസ് 2 raised to 3 പറഞ്ഞല്ലോ. അതിൽ ഒന്ന് ഇതാണ് അല്ലേ? അതിലൊന്ന് പിയിലേക്ക് മാത്രമുള്ളതാണ്. പക്ഷേ ഇത് ഓൺ ടു ആണോ? അല്ല. അപ്പോൾ ഇത് ഒഴിവാകണം. ഇതിൽ നിന്ന് ഇത് ഒഴിവാകണം. മറ്റൊന്ന് ഏതാ ഒഴിവാകേണ്ടത്? A, B, 1, 2, 3, PQ ഇങ്ങനെ വരും അല്ലേ? അപ്പോൾ ഇവിടെ ഇത് ഓൺ ടു അല്ല, ഇത് ഓൺ ടു അല്ല, ഇത് ഓൺ ടു അല്ല. അപ്പോൾ 2 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, ഇവിടെ 2 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ 2 എലമെൻറ്റിനെ നമ്മളും 2 എലമെൻറ്റിനെയും ഒഴിവാക്കണം അല്ലേ? അപ്പോൾ ഇങ്ങനെ വന്നാൽ 2 raised to 3 minus 2 എന്ന് കിട്ടി. അങ്ങനെയാണ് നമുക്ക് ഇവിടെ കിട്ടിയത് 2 raised to 3 minus 2. ക്ലിയർ? അപ്പോൾ റിസൾട്ട് ഇതാണ്. എയിൽ എത്ര എലമെൻറ്റ്സ് ആണ്? n എലമെൻറ്റ്സ്. ബിയിൽ എത്ര എലമെൻറ്റ്സ് ആണ്? 2 എലമെൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഓൺ ടു ഫങ്ഷൻസ് ഫ്രം A to B is
2 raised to n minus 2 ആണ്. That is 2 raised to 3 minus 2, that is equal to 6. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് എയിൽ 4 എലമെന്റ്സ് ആണെന്ന് കരുതാം. എയിൽ 4 എലമെന്റ്സ്, ബിയിൽ 2 എലമെന്റ്സ്. ബിയിൽ 2 എലമെന്റ്സ് മാത്രമേ അവിടെ പറയുന്നുള്ളൂ അല്ലേ? ബിയിൽ 2 എലമെന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ എന്താ വരിക? 2 raised to n minus 2 അല്ലേ? That is 2 raised to n. What is n? 4. 2 raised to 4 minus 2. That is 16 minus 2. That is equal to 14. അല്ലേ? അപ്പോൾ നമുക്ക് എത്ര ഓൺ ടു ഫങ്ഷൻസ് വരയ്ക്കാം അല്ലേ? 14 ഓൺ ടു ഫങ്ഷൻസ് നമുക്ക് വരയ്ക്കാൻ കഴിയും അല്ലേ? അപ്പം ഇങ്ങനെയാണ് ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് ഓൺ ടു ഫങ്ഷൻസ് എത്ര വരയ്ക്കാം എന്നുള്ളതാണ് അല്ലേ? ആദ്യം നമ്മളത് ഡിസ്കസ് ചെയ്തു, എത്ര ഫങ്ഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അല്ലേ? എയിൽ നിന്ന് ബിയിലേക്ക് എത്ര ഫങ്ഷൻസ് ഉണ്ടാക്കാൻ കഴിയും. പിന്നെ രണ്ടാമത്തേൽ നമ്മളെന്താ നോക്കിയത്? എത്ര 1 ഫങ്ഷൻസ് ഫൈനൈറ്റ് സെറ്റ് എയിൽ നിന്ന് ഫൈനൈറ്റ് സെറ്റ് ബിയിലേക്ക് എത്ര 1 ഫങ്ഷൻസ് ഉണ്ടാക്കാൻ കഴിയും. മൂന്നാമത് നമ്മൾ എന്താ പഠിച്ചത്? ഓൺ ടു ഫങ്ഷൻസ് ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ ഇവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട് അല്ലേ? n എലമെന്റ്സ് ആണ് എയിലുള്ളത്. എയിൽ എത്ര എലമെന്റ്സ് വേണേയാകാം. പക്ഷേ ഈ റിസൾട്ട് ഉപയോഗിക്കണമെങ്കിൽ ബിയിൽ 2 എലമെന്റ്സ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് ഉപയോഗിക്കാം. പക്ഷേ 3 എലമെന്റ്സ് 4 എലമെന്റ്സ് ഒക്കെ വരാമല്ലോ അല്ലേ? അത്ര എലമെന്റ്സ് ഒക്കെ തന്നെ നമുക്ക് അടുത്ത റിസൾട്ട് പഠിക്കാനുണ്ട്. അടുത്ത റിസൾട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. തുടർന്നുള്ള ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്.